മിഷൻ 2024 ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് ശില്പശാല സംഘടിപ്പിച്ചു. ഉളിക്കൽ ജവഹർ ഭവനിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ടോമി ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ചാക്കോ പാലക്കലോടി, PC ഷാജി, ബേബി തോലാനി, അഡ്വക്കേറ്റ് സി നിഖിൽ, ജോസഫ് ആഞ്ഞിലിത്തോപ്പിൽ, കുഞ്ഞിമൊയ്തീൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അജണ്ടയിൽ നിന്നുള്ള ചർച്ചകൾ അപൂർവമാണ്. കമ്മിറ്റി കഴിഞ്ഞ് പോകുമ്പോൾ എത്ര ആളുകളാണ് മിനിറ്റ്സ് ബുക്കിൽ തീരുമാനം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ടോ? കമ്മിറ്റി കഴിഞ്ഞ് പോകുമ്പോൾ മിനിറ്റ്സ് ബുക്കിൽ കൃത്യമായി പാർട്ടിയുടെ ആ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നോക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കാറില്ല, എൻ്റെ കാര്യമാണ്. മിക്കവാറും ആളുകൾ കമ്മിറ്റി കഴിയുന്നതിന് മുമ്പ് പദവിയിൽ കൂടി നല്ല ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒപ്പിടുക എന്നുള്ള ദൗത്യം ഒഴിച്ച് ഒരു കാര്യവും കൃത്യമായി ചെയ്യാത്തവരായി നമ്മൾ മാറുകയാണ്. തീരുമാനങ്ങളില്ലാതെ പിരിയുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരും. നമ്മളെല്ലാ കാലവും ഇങ്ങനെ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കൊക്കെ കോളേജിലൊക്കെ അടി കിട്ടുന്ന അറിയാമല്ലേ? അടി കിട്ടുമ്പോൾ നമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ അടുത്ത് പോകും. അപ്പോൾ പറയും, മണ്ഡലം പ്രസിഡന്റിനോട് പറയും, ഇങ്ങനെ അടി കിടക്കുന്നില്ല, അപ്പോൾ ഇത് ശരിയാവില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടിയോ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ആ പ്രായത്തിൽ നമ്മൾ ആലോചിച്ചു. സ്വാഭാവികമായി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് എന്താ പറയാ, ഇത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആയിട്ട് അത്രയില്ലേ നടക്കും, അതുകൊണ്ട് കണ്ടും കേട്ടും ഒക്കെ അങ്ങനെ പോകണം എന്നുള്ള ഉത്തരാണ് മുതിർന്ന നേതാക്കന്മാർ നമ്മളോട് പറയും. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഇതെന്ത് പാർട്ടി എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു 10-25 തവണയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വല്ലാതെ അമർഷവും ദേഷ്യവും ഉണ്ടായി. ഇപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇപ്പോ എന്റെ മുമ്പിൽ വരുന്ന KSUക്കാരൻ ഇത് പറയുമ്പോൾ ഞാനും പറയാലോ, ഇതൊക്കെ കോൺഗ്രസ് ആണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാനും പറയാം. അപ്പൊ നമ്മളിത് തലമുറ കൈമാറി എന്ത് കൊടുക്കുകയാണ്? കോൺഗ്രസ് ഇതാണ്, ഇങ്ങനെ ഇതിലൊക്കെ നടക്കൂ എന്നുള്ള ഒരു തരം നമ്മൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ചെയ്യുന്നതല്ലോ, ആ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ തലച്ചോറിനകത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് ഇങ്ങനെ മാത്രമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ അങ്ങനെ ആയിത്തീരും.